ആ ഇക്കാനെ ഞാൻ വീട്ടിൽ പോയി കാണാനായിട്ട് വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഇന്ന് വായനശാലയിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ബാലപൂരിലാണ്. എൻ്റെ പേര് ശ്രീധരൻ എന്നാണ് കേട്ടാ. അപ്പോൾ ഇക്കാരുടെ അടുത്ത് എനിക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഉണ്ണിക്കുട്ടനല്ലേ, ഉണ്ണിക്കുട്ടനെ അറിയാം. ക്യാമറമാൻ. പുള്ളിയാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇങ്ങനെ വന്നതെന്താ വെച്ചാൽ ഞാനിപ്പോൾ യൂട്യൂബിൽ ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചിങ്ങനെ ആയി തുടങ്ങിയിട്ട് തുറന്നു പറയാൻ പ്രതികരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇക്കാനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു പ്രവാസിയാണ്, അതിലുപരി പണ്ടത്തെ ഒരു കലാകാരനാണ്, ഒരു നാടക നടനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് അടുത്ത് പരിചയപ്പെടാം, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം എന്ന് കരുതിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എത്ര കാലം ഉണ്ടായിരുന്നു ഗൾഫിലൊക്കെ പ്രവാസ ജീവിതം? ഗൾഫിൽ ഒരു 2 ജീവപര്യന്തം. അതെല്ലേ? ഒരു 37 വർഷം. അതെല്ലേ? അപ്പോൾ ഒരുപാട് അനുഭവ സമ്പത്തുകളൊക്കെ ഉണ്ടാവും മനസ്സിൽ അല്ലേ? ഒരുപാട് മധുരിക്കുന്നതും കഴിക്കുന്നതുമായിട്ടുള്ളൊക്കെ അല്ലേ ഇക്ക? അപ്പോൾ ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു കാലയളവിൽ ഇങ്ങനെ പ്രവാസ ജീവിതമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ഞാൻ കുട്ടിക്കാലം മുതലേ എൻ്റെ ആഗ്രഹം ഒന്നുകിൽ ഡോക്ടറാവുക അല്ലെങ്കിൽ ടീച്ചറാവുക. ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. വീട്ടുകാരെയും കൂട്ടുകാരെയും വിട്ട് അന്യനാട്ടിൽ പോയി കിടക്കാൻ ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ വിധി അങ്ങനെയല്ല, ഒരു പ്രവാസിയാവാനാണ് വിധി ഉണ്ടായത്. അങ്ങനെ 83 ഞാൻ പ്രവാസിയായിട്ട് പോയി. പ്രവാസിയാവാൻ ആണെങ്കിലും മനസ്സിലൊരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ഗൾഫിലെ കൂട്ടുകാരൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ അവരുടെ ഡ്രസ്സും അവരുടെ നടത്തും പോക്കറ്റ് നിറയെ പൈസയും പെർഫ്യൂമും എല്ലാം കൂടി ഒരു അത്രയും സമ്പന്നമായൊരു ജീവിതം നയിക്കാൻ പറ്റുമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങി റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ട കാഴ്ച ആ പ്രതീക്ഷകൾ മുഴുവൻ തകർത്തു. അവിടെ റൂമിലുള്ള 2-3 ആളുകൾ കുറേ ഉണക്കറൊട്ടിയും വെച്ച് അതിൻ്റെ മുകളിൽ ഈ മത്തിയുടെ ചാറ് ഒഴിച്ചിട്ട് ഇങ്ങനെ പിടിയും വലിയും കൂടുന്ന കാഴ്ചയാണ് കണ്ടത്. അതോടുകൂടി മനസ്സിലായി ഈ നാട്ടിൽ കാണുന്നതൊന്നും ശരിയല്ല, മിഥ്യയാണെന്നുള്ളത്. പിന്നെ എനിക്ക് കിട്ടിയ ജോലി ഒരിക്കലും എനിക്കിഷ്ടപ്പെടാത്ത ജോലിയാണ്. കാരണം ഒരു ജീവിയും കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല. പാമ്പിനെ പോലും ഞാൻ കൊല്ലില്ല. എല്ലാ ജീവികളും ഭൂമിയിൽ ജീവിക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അവിടെ ചെന്നപ്പോൾ കിട്ടിയത് ഫിഷ് നെറ്റ് കമ്പനിയിലെ പിന്നെ ഇതായിട്ട് മാനേജറായിട്ട് ജോലി കിട്ടിയത്. മാനേജർ പറഞ്ഞാൽ വലിയ ശമ്പളമൊന്നുമില്ല കേട്ടോ. 500 ദിർഹം ശമ്പളം ഉണ്ടായിരുന്നത്. 500 ദിർഹം എന്ന് പറഞ്ഞാൽ ഇന്ന് 400 ദിർഹം ചിലവിന് റൂമിനൊക്കെ പോകും. ബാക്കി പിന്നെ 600 ദിർഹം. അപ്പോൾ ഒരു 200 ദിർഹം ബാക്കി ഉണ്ടാവും. അതിങ്ങോട്ട് വീട്ടിലേക്ക് അയച്ച് അവിടെ കിട്ടുന്നത് 500 രൂപ, ഇന്ത്യൻ രൂപ. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഏതായാലും വന്നു വിട്ടില്ലേ. 2 കൊല്ലം കൂടുമ്പോഴാണ് നാട്ടിൽ പോകാൻ പറ്റുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആണെങ്കിൽ പിന്നെ എപ്പോഴും വേണം നാട്ടിൽ പോകണം തോന്നിയോ അപ്പോൾ ഇറങ്ങി പോകാൻ പറ്റും, നാട്ടിലേക്ക് വരാൻ പറ്റും. അന്ന് അതിനുള്ള സൗകര്യമൊന്നുമില്ല. പിന്നെ ശമ്പളം അവിടെ ചെന്നതിൻ്റെ ശേഷം അറിയൂ, ഇന്നത്തെ മാതിരിയില്ല അന്ന്. എങ്കിലും വന്നതല്ലേ, കഷ്ടപ്പാടുകളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെയാണ് ജീവിക്കാൻ തീരുമാനിച്ചു. ഒരു 37 വർഷം അങ്ങനെ തള്ളി നീക്കി. ഇക്ക, അപ്പോൾ ഈ പ്രവാസ ജീവിതം കൊണ്ട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, കാര്യങ്ങളൊന്നും നടന്നില്ലേ? നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് വീടോ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. 24 സെൻറ്റ് സ്ഥലം വാങ്ങാനും അതിലൊരു ചെറിയ വീടും, വളരെ ചെറിയൊരു ഓടിട്ട വീട് കേട്ടോ. പിന്നെ അതിനൊക്കെ വലുതായിട്ട് പറയാനുള്ളത് 3 പെൺമക്കളെ അത്യാവശ്യം സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് അവരെ കെട്ടിച്ച് പറഞ്ഞയച്ചു. അതൊരു വലിയ നേട്ടം തന്നെയാണ്. പിന്നെ ഒരു വലിയ വിഷമം, അതിപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. ആഗ്രഹിച്ചിരുന്ന കോളേജ് ജീവിതം, ഒരു ഡോക്ടറാവാനുള്ള ആഗ്രഹം, അതൊന്നും നടന്നില്ല എന്നൊരു വിഷമം അതിപ്പോഴും എൻ്റെ മനസ്സിൽ കനലായി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, ഇനിയെല്ലാം വിധി പോലെ. അപ്പോൾ എന്തായാലും ഈ ഇത്രയും വലിയൊരു ജീവിതാനുഭവങ്ങൾ എൻ്റെ ബിഗ് സ്റ്റാർ എന്നൊരു ചാനലിന് വേണ്ടിയിട്ട് എന്നോട് കൂടെ ഷെയർ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി നമുക്ക് കാണാം. എന്തായാലും ആ സന്തോഷം അറിയിച്ചുകൊണ്ട് നമുക്ക് ഇടമാണ്. ഓക്കെ.